ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, നോമ്പുകാലം 3-ാം ദിവസത്തിലേക്ക് നാം എത്തി നിൽക്കുന്നു. സങ്കീർത്തകൻ ഇപ്രകാരം മനോഹരമായിട്ട് പറയുന്നുണ്ട്: കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും എന്ന്. എന്ന് പ്രത്യേകമായിട്ട് കർത്താവ് നമുക്ക് ദാനമായി തന്ന നമ്മുടെ മക്കളെ പ്രത്യേകമായിട്ട് ഓർക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ ആദവും ഹവ്വായും അവർക്കൊരു മക്കളെ കിട്ടിയപ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവ് എന്നെ കടാക്ഷിച്ചു, എനിക്കൊരു പുത്രൻ ലഭിച്ചിരിക്കുന്നു എന്ന്. കർത്താവ് നമ്മളെ കടാക്ഷിക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് മക്കൾ ഉണ്ടാകുന്നത്. അങ്ങനെ നമുക്കുണ്ടാകുന്ന മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്നുള്ള ഒരു ചിന്ത ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. മലാക്കിയുടെ പുസ്തകത്തിലെ 2-ാം അധ്യായം 15-ാം തിരുവചനം: ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ മറ്റെന്താണ് ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന്. ദൈവഭക്തരായ സന്തതികളെയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2222-ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരമാണ് നാം കാണുന്നത്: നമ്മുടെ കുട്ടികളെ ദൈവത്തിൻ്റെ മക്കളായിട്ട് നാം പരിഗണിച്ച് അവരെ വളർത്തണമെന്ന്. ജോബിൻ്റെ പുസ്തകത്തിൽ 24-ാം അധ്യായം 5-ാം തിരുവചനം: മക്കൾക്ക് വേണ്ടി മരുഭൂമിയിൽ ഇര തേടുന്ന കാട്ടുകഴുതകളെ പോലെ അവർ അധ്വാനിക്കുന്നു എന്ന്. മക്കൾക്ക് വേണ്ടിയിട്ട് ഒത്തിരിയധികം അധ്വാനിക്കുന്ന മാതാപിതാക്കന്മാരാണ് നാം ഓരോരുത്തരും. പ്രത്യേകിച്ച് അരാജകത്വങ്ങളും അനീതികളുമൊക്കെ ധാർമ്മികമായ മൂല്യച്യുതികളുമൊക്കെ ഒത്തിരിയധികം കൂടി നിൽക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ മക്കൾക്ക് വേണ്ടിയിട്ട് കാട്ടുകഴുതകളെ പോലെ നാം അധ്വാനിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബൈബിളിലൂടെ നാം കടന്നു പോകുമ്പോൾ ജോബിൻ്റെ പുസ്തകത്തിൽ മക്കളെ വളർത്തുന്ന ഒരു വളരെ മനോഹരമായ മാതൃക നാം കാണുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം: സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്ന്. മക്കൾക്ക് വേണ്ടിയിട്ട് അവരെ വിശുദ്ധീകരിക്കുവാനായിട്ട്, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ദൈവകൃപകൾ ലഭിക്കുവാനായിട്ട് അനുനിമിഷം പ്രാർത്ഥിക്കുന്ന ജോബിനെ നാം മനോഹരമായിട്ട് ജോബിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. നമുക്കറിയാം, കേരള സഭയുടെ പ്രകാശഗോപുരമായ വിശുദ്ധ ചാവറയച്ചൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, കേരള സഭയ്ക്ക് ഒരു നവജീവൻ പകർന്ന വിശുദ്ധ ചാവറയച്ചൻ തൻ്റെ മാതാപിതാക്കന്മാരെ പറ്റി ഇപ്രകാരമാണ് പറഞ്ഞു വയ്ക്കുന്നത്: പുലർച്ചെ 2 മണിക്കും 3 മണിക്കും എഴുന്നേറ്റ് എൻ്റെ മാതാപിതാക്കന്മാർ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. പലപ്പോഴും അത് കണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അത് കണ്ട് ഞാൻ എഴുന്നേറ്റ് അവരോടൊപ്പം പ്രാർത്ഥിക്കുവാൻ കൂടുമായിരുന്നു എന്ന്. അങ്ങനെ മനോഹരമായ വിധത്തിൽ പ്രാർത്ഥനയുടെ മാതാപിതാക്കന്മാരായിരുന്ന അവരിലൂടെ വന്ന ആ പുത്രൻ ഈ കേരള സഭയ്ക്ക് നവജീവൻ പകർന്നുകൊണ്ട് ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവായി മാറിയെങ്കിൽ നമ്മുടെയും ഉത്തരവാദിത്വം ഇത് തന്നെയാണ്. മക്കൾക്ക് നല്ല മാതൃകയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് മാതാപിതാക്കന്മാരായ നമ്മുടെ ഉത്തരവാദിത്വം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 40-ാം തിരുവചനം ഇപ്രകാരം പറയുകയാണ്: ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ശക്തരായി, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു എന്ന്. അതെ, ഈശോയെ പരിശുദ്ധ അമ്മ വളർത്തിയതുപോലെ ജ്ഞാനത്താൽ വളർത്തുവാനായിട്ട് ഇന്ന് ഒരു ജപമാല ചൊല്ലിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ പരിശുദ്ധ അമ്മയുടെ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.